ഹായ് ഓൾ. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് കേസ് ഡിസ്കസ് ചെയ്താലോ. 36 വയസ്സുള്ള ഒരു IT കാരൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏത് പ്രോജക്റ്റും ആൾക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റും. ആളുടെ ഓഫീസിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആളെ അത് ബാധിക്കത്തൊന്നുമില്ല. ആളിനത് കൃത്യമായിട്ട് ആ ഒരു പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷേ ഈയിടെയായിട്ട് ആൾക്ക് അടിവയറിൻ്റെ അവിടെയായിട്ട് ഭയങ്കരമായിട്ട് കൊഴുപ്പ് കിട്ടുന്ന പോലെ, അതായത് വണ്ണം ഭയങ്കരമായിട്ട് കൂടുന്നത് പോലെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം എന്തുകൊണ്ടാണിത്, ഇതൊരു രോഗാവസ്ഥയാണോ എന്നാണ് ആള് ചോദിച്ചത്. അപ്പൊ ആള് പിത്തകവ പ്രകൃതിയാണ്. അപ്പൊ പിത്തകവ പ്രകൃതിക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ മിക്കവാറും എനിക്ക് പേഷ്യൻസ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ അവരുടെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ, കാര്യം ഇതിനകത്ത് കേസ് സ്റ്റഡീസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം പിത്തകവ പ്രകൃതിയായിട്ടുള്ള ആളുകളുടെ പ്രത്യേകത എന്തൊക്കെയാന്ന് വെച്ചാൽ അവർക്ക് ഏതൊരു പ്രോജക്റ്റും ശാന്തമായ മനസ്സോടുകൂടി അവർക്കത് ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റും. നമ്മൾ പറയില്ലേ, പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങൂല എന്ന് പറയും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ളവരാണ് പിത്തകവ പ്രകൃതിക്കാര്. ഇനി ഇത് മാത്രമൊന്നുമല്ല, അവർക്ക് വേറെ ഒരുപാട് നല്ല നല്ല ഗുണങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ളൊരു ദഹനശക്തിയുണ്ട്. അപ്പൊ ദഹനശക്തി ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ശരീരത്തിൽ ശരിയായ രീതിയിലുള്ള ഒരു ഡൈജഷനും മെറ്റബോളിസവും നടക്കുന്നു. ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻഡ് ആയിരിക്കും. ഇപ്പൊ ഈ IT കാരന് നേരത്തെ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല, കാര്യം ആ സമയത്ത് അയാളുടെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻഡ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ബോഡി വെയിറ്റ് കൂടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഈ ഒരു ബോഡി വെയിറ്റ് കൂടുന്ന കണ്ടീഷനിലാണ് ഇയാൾ നമ്മളെ ഹെൽപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് മാത്രമല്ല, മനസ്സെന്ന് പറയുമ്പോഴത്തേക്കും അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് വിചാരിച്ച സമയത്ത് തന്നെ അവർക്ക് ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റും. അവർ കുറച്ച് ഗോൾസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗോൾസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനും അവർക്ക് വേണ്ടി പറ്റുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഗുണങ്ങളുള്ളവരാണ് നമ്മുടെ പിത്തകവ പ്രകൃതിക്കാർ. ഇനി പിത്തകവ പ്രകൃതിക്കാരുടെ ശരീര നേച്ചർ നോക്കുവാണെങ്കിൽ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? അവരെന്ന് പറഞ്ഞാൽ ഒരുപാട് വണ്ണം ഉള്ളവരല്ല, ഒരു മീഡിയം വണ്ണമുണ്ട്. ചിലർ നമ്മൾ പറയില്ലേ, ഒത്ത ഹൈറ്റും ഒത്ത വണ്ണവും. അപ്പോൾ ഒത്ത ഹൈറ്റും ഒത്ത വണ്ണവും ഉള്ളത് ആരാണ്? പിത്തകവ പ്രകൃതിക്കായിട്ടുള്ള ആളുകളാണ്. ഇനി മുടി എന്ന് പറയുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ടുള്ള ഇടതൂർന്ന മുടിയാണ്. അകാല നരയ്ക്ക് കുറച്ച് സാധ്യതകളുണ്ട്. സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ഒരു നര തോന്നുന്ന ഒരു ചുളിവുകൾ വീഴുന്ന ഒരു സ്കിന്നല്ല. അപ്പൊ നമ്മൾ എപ്പോഴും പറയും സന്തൂർ മമ്മി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ടൈപ്പ് തന്നെയാണ്. ഒരു പ്രായം കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് സ്കിന്നിന് പൊതുവെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുക. ഇനിയും മാനസികമായിട്ടാണെങ്കിലും നല്ല രീതിയിൽ എല്ലാ പ്രഷറൊക്കെ ഹാൻഡിൽ ചെയ്ത് സന്തോഷവും സമാധാനവും ഒക്കെ കണ്ടെത്തുന്നവരായിരിക്കും പിത്തകവ പ്രകൃതിക്കാർ. ഇനിയും എൻ്റെ അടുത്ത് വേറൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഇതുപോലെ തന്നെ ഒരു പിത്തകവ പ്രകൃതിയായിട്ടുള്ള ഒരു രോഗിയാണ്. അപ്പം അവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രശ്നം, അവർക്ക് മുന്നേ ഒന്നും അവർക്ക് ദഹന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു അടുത്ത കാലത്താർക്ക് അവർക്ക് ആസിഡിറ്റി, അൾസർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് സിംറ്റംസ് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കേസ് അനാലിസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്താണ്? പിത്തം ശരീരത്തിൽ ഒരുപാട് കൂടിയിട്ടുണ്ട്, അല്ലെ? ഞാൻ ഇവിടെ പിത്തകവ പ്രകൃതിയെ പറ്റിയല്ലേ പറയുന്നത്. അപ്പൊ പിത്തം ശരീരത്തിൽ ഒരു പരിധി കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? സമയത്തിന് ഫുഡ് എടുക്കുന്നുണ്ടായിരുന്നില്ല. അവരുടെ കേസ് എടുത്തപ്പോൾ ഉള്ള ഒരു കാര്യം കിട്ടിയതാണ്. പിന്നെ എരിവും പുളിയുള്ള ആഹാരം ഒരു പരിധി കൂടുതലൊക്കെ കഴിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴെന്താ, സമയത്തിന് ഫുഡ് കഴിച്ചില്ല, എരിവും പുളിയും ഉപ്പൊക്കെ ആഹാരങ്ങൾ അധികമായിട്ട് കഴിക്കുവാണെങ്കിൽ അത് ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് നമ്മുടെ ദഹനശക്തിയെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുമല്ലോ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ അവർ രാത്രി ഒരുപാട് ഉറക്കം ഇളച്ചിരിക്കുന്ന ഒരു ടീമായിരുന്നു. അതുപോലെ ഉണർന്നാലും അവർ എരിവും പുളിയുള്ള ഫുഡ് തന്നെ ആയിരിക്കും പിന്നെയും കഴിക്കുക. അപ്പൊ രാത്രി നേരത്തെ ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മരുന്നുകൾ കൊടുത്തപ്പോഴത്തേക്കും അത് ഹീലായി. ഓക്കെ, ഇനി ഈ പിത്തകവ പ്രകൃതിക്കാരുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് എങ്ങനെ എന്ന് വെച്ചാൽ, അതെ, ഇവർ ഭയങ്കര സമാധാന പ്രിയരാണ്. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ആളുകൾ പെട്ട് കിടക്കുവാണെങ്കിൽ ഇവരെ വിളിക്കാൻ വേണ്ടി പറ്റും. കാര്യം ഇവർക്ക് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ പറയില്ലേ, ഒരു ക്രൈസിസ് മാനേജ്മെന്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് കഴിവ് നല്ല രീതിയിലുള്ളവരാണ് പിത്തകവ പ്രകൃതിക്കാർ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെയാണ് വിളിക്കേണ്ടത്? പിത്തകവ പ്രകൃതിക്കാരെയാണ് വിളിക്കേണ്ടത്. കാര്യം അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടും, പിന്നെ ഇത് മാത്രമല്ല, അവർക്ക് ആഹാര ശീലങ്ങൾ എന്ന് പറയുമ്പം ഇവർ ഈ നമ്മൾ എപ്പോഴും ഞങ്ങൾ കളിയാക്കി പറയും, മെഡിക്കൽ റെപ്പുകാർ ശരിക്കും പറഞ്ഞാൽ പിത്തകവ പ്രകൃതിക്കാരായിട്ടുള്ള ആളുകളെ എടുക്കണം എന്നാണ് പറയുന്നത്. കാര്യമല്ല, അവർക്കൊന്നും ടൈമിന് അവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റാറില്ല. പിന്നെ രണ്ടാമതെന്ന് പറയുമ്പം നല്ല രീതിയിലുള്ള ദഹനശക്തി ഉള്ളതുകൊണ്ടുള്ളൊരു വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ
എല്ലാ ടൈപ്പ് ഫുഡും കഴിക്കാൻ പറ്റും. അപ്പോൾ പലരും വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത്, ചിലർ പറയും ഞാൻ ഇത്ര കാലമായിട്ട് ഇതാണല്ലോ കഴിക്കുന്നത്, എനിക്ക് കുഴപ്പമില്ലല്ലോ. അങ്ങനെ പറയുന്ന ഒരു ഡെഫിനറ്റായിട്ടും പിത്തകപ പ്രകൃതിക്കാരായിരിക്കും. കാര്യം നിങ്ങൾക്ക് വലിയ ദഹന പ്രശ്നങ്ങളൊന്നും വരണമെന്നില്ല. ചിലരുടെ വയറ് ഭയങ്കര സെൻസിറ്റീവ് അല്ലേ, ചില ഫുഡ് കഴിച്ചിട്ട് ലൂസ് മോഷനൊക്കെ വരും. പക്ഷെ പിത്തകപ പ്രകൃതിക്കാർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് വയറ് കംപ്ലൈൻറ്റ് വരുത്തൊന്നുമില്ല കേട്ടോ. ഏത് ഫുഡും അവർക്ക് ദഹിക്കും. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ഗുണമുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാൻ പറ്റും. ഇപ്പം നമുക്കറിയാം ഒരുപാട് പേര് ന്യൂട്രീഷ്യസ് ഫുഡ് ഐറ്റംസിന് പിന്നാലെയാണ്. പക്ഷേ ഇത് ദഹിച്ചില്ലെങ്കിൽ ഇത് നമുക്ക് ശരീരത്തിന് ദോഷമാണ് ചെയ്യുക. പക്ഷെ ഇവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ ഇവർക്ക് ദഹിക്കുകയും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. ഇനി വേറൊരു കേസ് എടുത്താലോ. അപ്പം ഈ കേസിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 33 വയസ്സുള്ള ഒരു IT പ്രൊഫഷണൽ. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ പണ്ട് പുള്ളിക്കാരി നല്ല രീതിയിലുള്ള എല്ലാ പ്രോജക്റ്റുകളും ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം ആൾക്ക് വന്ന് എന്ത് കാര്യം ആര് ചെയ്തു കൊടുത്താലും ഇഷ്ടപ്പെടുന്നില്ല, അത് പെർഫെക്റ്റ് അല്ല. അങ്ങനെ പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് മറ്റേ ആളിനെ ഒരുപാട് കണ്ട് ബഹളം വെക്കുന്നു, ദേഷ്യപ്പെടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ പണ്ട് ആൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇവിടെയും പിത്തം ഭയങ്കരമായിട്ട് കൂടിയിട്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പൊ പിത്തം ഒരു പരിധി കൂടുതൽ ശരീരത്തിൽ കൂടി കഴിഞ്ഞുള്ള പ്രശ്നം എന്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യും, നമ്മൾ ജഡ്ജ് ചെയ്യും, നമ്മളെയും ക്രിട്ടിസൈസ് ചെയ്യും. അപ്പൊ നമ്മുടെ ജോലിയും നടക്കൂല, അവരുടെ ജോലിയും നടക്കൂല. മനസ്സമാധാനം ഉണ്ടോ? ഒട്ടുമില്ല അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കണം. ഒരാളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നതിന് മുന്നേ എപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? 1 തൊട്ട് 100 വരെ കൗണ്ട് ചെയ്യുക. അതിനുള്ളിൽ നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ആവും. അങ്ങനെ നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കാര്യം മാന്യമായ രീതിയിൽ അവരോട് പറയാലോ. ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ അവർ കേൾക്കണമെന്നുണ്ടോ? ഓക്കെ, ഇത് കേൾക്കുന്നവരെന്നെ ഓടിക്കാൻ വരും. പക്ഷെ ഞാൻ നിങ്ങളുടെ മനസ്സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും വേണ്ടിയാണ് പറയുന്നത്. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ യോഗ, മെഡിറ്റേഷൻ, ഇപ്പൊ ശീതളി, പ്രാണായാമം, ഇതൊക്കെ തന്നെയായാലും ചെയ്യുന്നത് നമ്മുടെ മൈൻഡിനെ നല്ല കാമാക്കി നിർത്തുന്നു. അപ്പൊ ഇതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ആഹാര ജീവിത രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ആളൊക്കെ ആയി. ഓക്കെ, ഇനി വേറെ ഒരു കേസ് പറയാം. അപ്പം ഇവിടെ എന്ന് പറയുമ്പം കഫപ്രകൃതിയായിട്ടുള്ള പിത്തകഫ പ്രകൃതിയിൽ കഫം കൂടിയ ഒരാളുടെ ഒരു അവസ്ഥയാണ്. അപ്പൊ ആള് പറയുന്നത് എന്താന്ന് വെച്ചാല്, മാം എനിക്കിപ്പോ പഴയ പോലെ ഒന്നിലും ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഞാനൊരു പ്രോജക്റ്റ് തന്നു കഴിയുമ്പോൾ ഞാൻ അതിനെപ്പറ്റി ഇരുന്ന് ചിന്തിച്ചു കൂട്ടുക, ദൈവം ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റി. ഇതിനെയാണ് നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ എന്നൊരവസ്ഥ എന്ന് പറയാം. അപ്പൊ എന്താണ് പ്രൊക്രാസ്റ്റിനേഷൻ? കഫം ഭയങ്കരമായിട്ട് കൂടി കഴിയുമ്പോഴത്തേക്കും ഉള്ള പ്രശ്നമാണ്. ഒന്ന്, നമ്മൾക്ക് രാവിലെ എഴുന്നേക്കാൻ തോന്നൂല ബെഡിൽ നിന്ന്. നമുക്കാണെങ്കിൽ രാവിലെ എഴുന്നേറ്റാലും എനിക്ക് പിന്നെ ഉറങ്ങണം എന്നുള്ളൊരു ഫീലിംഗ്. രാത്രി വളരെ വൈകി കിടക്കുക. പ്രോജക്റ്റ് ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടുക. അതായത് ബ്രെയിൻ ഫോഗ് എന്നും പറയും. പെട്ടെന്ന് നമുക്കൊരു തീരുമാനം ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. ആകെ മൊത്തം ഒരു സ്ലഗിഷ്നെസ് നമ്മുടെ മനസ്സിനകത്തുണ്ട്. ഇതാണ് എനിക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ. പക്ഷേ നമ്മുടെ ശരീരം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് പിത്തകഫ പ്രകൃതിയിൽ കഫം ഭയങ്കരമായിട്ട് കൂടിയുള്ള പ്രശ്നങ്ങൾ. അപ്പൊ അതും നമ്മൾ ആ ഒരു കഫം കൂടുന്ന രീതിയിലുള്ള കാര്യങ്ങളും ആഹാരവിഹാരങ്ങളും ഒക്കെയായിരുന്നു ആൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഭയങ്കര മധുരമുള്ള ആഹാരം, ഭയങ്കര പുളിയുള്ള ആഹാരം, ഭയങ്കര ഉപ്പുള്ള ആഹാരം, ജങ്ക് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, ഇതൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യത്തില്ല. അപ്പൊ ഇതൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഓക്കെ ആയി. വേറൊരു കേസ് സ്റ്റഡി പറയാം. അപ്പം ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 40 വയസ്സുള്ള ടീച്ചറായിരുന്നു. പുള്ളിക്കാരിക്ക് ഇതുപോലെ ഇരുന്നിരുന്നങ്ങ് വണ്ണം കൂടി, ഒരു 15 കിലോയോളം വണ്ണം കൂടി. അപ്പം ആളുടെ ആഹാര ജീവിത രീതിയിൽ വ്യത്യാസം വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ 6 മാസം കൊണ്ട് തന്നെ ആ ഒരു 15 കിലോ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റി. അപ്പൊ ഇവിടെ എന്തൊക്കെ ആയിരുന്നു ആള് ചെയ്യുന്ന അബദ്ധങ്ങൾ എന്ന് നമുക്ക് നോക്കിയാലോ. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഭയങ്കര മടി, എക്സസൈസ് ഒന്നും ഇല്ലാത്ത ഒരു ജീവിതമാണ്. രാവിലെ എഴുന്നേക്കാനേ മടി, അങ്ങനെ പറയുന്നവൻ കറക്റ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ആള് രാവിലെ കഴിച്ചിരുന്നത് സാലഡ് ആയിരുന്നു, വേവിക്കാത്ത സാലഡുകൾ. ഓക്കെ, ഇനി ഇതും കഴിഞ്ഞിട്ട് ഉച്ച സമയത്ത് ആള് ഫുഡ് കഴിച്ചാലായി, കഴിച്ചില്ലെങ്കിലായി. ഇനി വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു ഫുഡ്. എന്നിട്ട് അത് പിന്നെ രാത്രി ഉണർന്നിരിക്കുമ്പോൾ പിന്നെയും ഹെവി ആയിട്ടുള്ളൊരു ഫുഡ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ജീവിത രീതിയിലൂടെ പോയപ്പോഴാണ് ഈ പിത്തകഫ പ്രകൃതിയായിട്ടുള്ള ഈ ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ വണ്ണം കൂടിയത്. അപ്പൊ നമുക്ക് ആഹാര ജീവിത രീതി ഏതൊക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പിത്തകഫ പ്രകൃതിക്കാരെ നമുക്ക് ശരിയാക്കാൻ പറ്റുന്നു ഒന്ന് നോക്കിയാലോ. ശരി, അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ രാത്രി നേരത്തെ കിടക്കുക, രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. ഓക്കെ, രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചാലേ, എത്രത്തോളം വൈകി നിങ്ങൾ കിടക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ ശരീരത്തിൽ കഫം കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് മെയിൻ കാര്യം. കഫം കൂടിക്കഴിഞ്ഞാൽ അതാണ് കഫം മന്ദതയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എനിക്ക് തന്നെ IT പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അവരോട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, അലാറം വെച്ചു ഒരു വട്ടം നമ്മൾ സ്നൂസ് ബട്ടൺ നമ്മൾ അമർത്തി അല്ലെ,
ഒരു വട്ടം നമ്മൾ സ്നൂസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കഫത്തിന് ഭയങ്കര സന്തോഷമാവും. പക്ഷേ നമ്മുടെ ശരീരത്തിന് നേരെ എതിരായിട്ടായിരിക്കും നമ്മൾ പ്രവർത്തിക്കുക. കാര്യം എന്താ? ആക്റ്റീവ് ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഹാപ്പി, ഉറക്കം തൂങ്ങിയിരിക്കുമ്പോഴല്ല. അതെപ്പോഴും നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരേണ്ട ഒരു വാചകമാണ്. പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾ യോഗ ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാം. എക്സസൈസ് ഡെഫിനറ്റ് ആയിട്ടും വേണം. കാര്യം നിങ്ങളുടെ ബോഡി വെയിറ്റ് നിങ്ങളുടെ കൺട്രോളിലാണ് ഇരിക്കുന്നത്, വേറെ ആരുടെയും കൺട്രോളിലല്ല. അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള വ്യായാമ മുറകൾ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാർഡിയോ ചെയ്യാൻ വേണ്ടി പറ്റും, അതുപോലെ നിങ്ങൾക്ക് പുഷപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും, അതുപോലെ ഹൈക്കിംഗ് ചെയ്യാൻ വേണ്ടി പറ്റും, മാർഷ്യൽ ആർട്സ്, സ്വിമ്മിങ്, തായ്ചി, ഇങ്ങനത്തെ പല ടൈപ്പ് വ്യത്യസ്തമായിട്ടുള്ള എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഡാൻസിങ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വ്യായാമ മുറയാണോ അത് നിങ്ങൾ ചെയ്യുക. അത് ചെയ്യുവാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ്, നമ്മൾ പറയില്ലേ ഒരു സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ ബിഗ് ബോസ് ഒക്കെ കാണുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഡാൻസ് പറയുന്നില്ലേ? എന്തുകൊണ്ടാണ് പറയുന്നത്? അതിനകത്തുള്ള ആളുകൾ ആക്റ്റീവ് ആവാൻ വേണ്ടി. അതുപോലെ നിങ്ങൾക്കും ആക്റ്റീവ് ആവണ്ടേ? ഓക്കെ, അപ്പം അതുപോലെ നമ്മളൊന്ന് ആക്റ്റീവായി നമ്മളൊരു ദിവസം തുടങ്ങാം. പിന്നെ രാവിലെ നിങ്ങൾ തുടങ്ങേണ്ടത് ഇളം ചൂടുള്ള വെള്ളത്തിൽ, അതിനകത്തൊരു ഒന്നെങ്കിൽ ചുക്കിട്ട് തിളപ്പിച്ച വെള്ളമായിരിക്കാം, അല്ലെങ്കിൽ ഇഞ്ചി ഇട്ട ഒരു വെള്ളമാണെങ്കിൽ അത് നല്ലതാണ്. ഇതൊക്കെ നമ്മുടെ മെറ്റബോളിസം ഒന്ന് ശരിയാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ വേവിച്ച ഫുഡ് വേണം കഴിക്കാനായിട്ട്. സാലഡ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോകരുത്. എത്ര കേസസ് ആണെന്നറിയോ സാലഡ്സ് കഴിച്ചിട്ട് ദഹന പ്രശ്നം കൊണ്ട് വന്ന് ഒരു ഡോക്ടർമാരുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വേവിച്ച സാലഡ്സ് കഴിക്കൂ. വേവിച്ച സാലഡ്സ് കൊണ്ട് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തെ ഹെൽപ്പ് ചെയ്യും, അല്ലേ? അപ്പം അത് കഴിക്കാം. പിന്നെ നമ്മൾ ആഹാരത്തിൽ ശരിക്കും പറഞ്ഞിട്ട് 50% പച്ചക്കറി, 25% പ്രോട്ടീൻ, 25% നമ്മൾ പൾസസ് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ 25% പ്രോട്ടീനിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? ഡോക്ടർ ഇറച്ചിയും മീനും കഴിക്കാൻ പറയില്ലേ എന്ന് പേടിച്ചിരിക്കുമായിരിക്കും, അല്ലേ? കഴിച്ചോളൂ, ഇറച്ചിയും മീനും ഒക്കെ കഴിച്ചോളൂ, പക്ഷെ വറുത്ത് വെച്ച് കഴിക്കരുത്. ബേക്ക് ചെയ്ത് കഴിക്കുക, അതാണ് നല്ലത്. കറി വെച്ച് കഴിക്കാം. സൂപ്പാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള ആഹാര ജീവിതചര്യ വേണം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട്. ഇനി പല ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് മില്ലറ്റ്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ബാജ്ര യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ പല ടൈപ്പ് വെറൈറ്റികൾ നമുക്ക്, അതുപോലെ തന്നെ ആയാലും ബാർലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പല ടൈപ്പ് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ കാര്യം നിങ്ങളുടെ ശരീരത്തിൽ നല്ല ദഹനശക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമ്മൾ സൂപ്പുകൾ കഴിക്കണം കേട്ടോ. അപ്പോൾ സൂപ്പുകൾ കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് ആ ഒരു ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ കിട്ടുക. ഓക്കെ, അല്ലാണ്ട് നമ്മളൊരു സൂപ്പർ ഫുഡിന് പിന്നാലെ പോകുന്നതിലും നല്ലത് നിങ്ങൾ ഇങ്ങനെയുള്ളൊരു ആഹാര ജീവിതചര്യ ഫോളോ ചെയ്യുന്നതാണ്. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കുറച്ച് നടക്കുക. കാര്യം നടക്കുമ്പോഴത്തേക്കും എന്താന്ന് വെച്ചാൽ അത് നമ്മുടെ ദഹനശക്തിയൊക്കെ നല്ല രീതിയിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഈവനിങ് 6 മണിക്ക് ശേഷം വലിയ ആയാസമുള്ള പണികളൊന്നും ഏർപ്പെടരുത്. ഇടയിൽ ഫ്രൂട്ട്സ് കഴിക്കുവാണെങ്കിൽ, ഒരുപാട് പേര് ചെയ്യുന്ന മണ്ടത്തരം എന്താണെന്നറിയോ? ഒന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കും, അല്ലെങ്കിൽ ലഞ്ചിൻ്റെ കൂടെ കഴിക്കും. ദയവ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിക്കരുത്. നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ സമയം എപ്പോഴാണ്? രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 2 മണിക്കും ഇടയിലുള്ള ടൈമിലാണ് നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക. വൈകിട്ട് 6 മണി കഴിഞ്ഞ് നമുക്ക് കട്ടി എക്സസൈസും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ റൂം നല്ല ഇരുട്ടുള്ളൊരു റൂം, കൂളിംഗ് ആയിട്ടുള്ളൊരു റൂം, എന്നിട്ട് ചിന്തകളൊന്നും ഇല്ലാതെ ഒരു 2 മണിക്കൂറെങ്കിലും മുമ്പേ നിങ്ങൾ മൊബൈലൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പറ്റും. ഇനി പിത്തവും കഫവും ബാലൻസ്ഡ് അല്ല, എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണേണ്ടി വരുന്നത്? നിങ്ങൾക്ക് വരാൻ പോകുന്ന സംശയമാണ്, അല്ലേ? അപ്പം ഞാൻ പറയാം, ഒരു കാലഘട്ടം വരെ നിങ്ങളുടെ ബോഡി വെയിറ്റ് നിങ്ങളുടെ കൺട്രോളിലാണ്. പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്താലും നിങ്ങളുടെ കൺട്രോളിലല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറുടെ സഹായം അത്യാവശ്യമാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല മുടിയുള്ളവരാണ് പിത്തകഫ പ്രതിരോധിക്കാർ. ഭയങ്കര മുടി കൊഴിച്ചിൽ, അകാലനര വന്നിട്ടുണ്ടോ? നിങ്ങൾ ഡോക്ടറെ കാണണം. മൂന്നാമത്, ഒരുപാട് ന്യൂട്രീഷ്യസ് ഫുഡും കഴിക്കുന്നുണ്ട്, സപ്ലിമെൻറ്റും കഴിക്കുന്നുണ്ട്, ക്ഷീണത്തിന് ഒരു കുറവുമില്ല, ഒരു പ്രോജക്റ്റ് മര്യാദയ്ക്ക് കംപ്ലീറ്റ് ആക്കാൻ പോലും പറ്റുന്നില്ല. ഈ പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളൊരു ഡോക്ടറിനെ കാണണം. പിന്നെ നിങ്ങൾക്കറിയാലോ, ഇത് സംബന്ധമായ രോഗങ്ങളും ഉണ്ട്. അതായത് നമ്മുടെ സ്കിൻ പ്രോബ്ലംസ്, മൈഗ്രെയിൻ, കോൺസ്റ്റിപ്പേഷൻ, ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളൊരു ഡോക്ടറെ സഹായം തേടാൻ വേണ്ടി നിങ്ങൾ മടിക്കരുത്. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പം നമ്മൾ എനർജിയോടുകൂടി വേണം നമ്മൾ എഴുന്നേൽക്കാനായിട്ട്. അയ്യോ ഇന്നത്തെ ദിവസം തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടാണ് നിങ്ങൾ എഴുന്നേൽക്കേണ്ടി വരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ആയുർവേദ ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്. ഇനി പിത്തവും കഫവും ബാലൻസ് ആണെങ്കിൽ എങ്ങനെ അറിയാൻ വേണ്ടി പറ്റും? ശരി, രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിങ്ങൾക്ക് ഒരേ എനർജി ലെവലാണ് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ ആക്റ്റീവാണ്, ഹാപ്പിയാണ് എങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ സഹായം വേണ്ട. ഇനി ഏത് പ്രോജക്റ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്കത് ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഡോക്ടർ സഹായം ആവശ്യമില്ല. ഇനി സ്കിൻ ഹെൽത്ത് ആണെങ്കിലും
പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. മുടിയാണെങ്കിലും കട്ടിയുണ്ട്, ഇടതൂർന്ന മുടിയാണ്. ഇനി നിങ്ങളുടെ ദഹനം നന്നായിട്ട് നടക്കുന്നുണ്ട്, അതുപോലെ മോഷൻ, യൂറിന് എല്ലാം കറക്റ്റായിട്ട് പാസ് ചെയ്യുന്നുണ്ട്, വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു പിത്തകഫ പ്രകൃതിയായിട്ടുള്ള ഒരാളാണ്. നിങ്ങൾക്ക് ഡോക്ടറുടെ ആവശ്യമില്ല. അപ്പൊ ഈ പറഞ്ഞ ഇൻഫോർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്.